ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഡാർട്ട് ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ മാർക്ക് ചെയ്യാം, സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഈ വീഡിയോ ഒന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ചെസ്റ്റ് റൗണ്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുല കേട്ടോ. നമുക്ക് ഇപ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ഇതാണ് ഡാർട്ടിൻ്റെ ഫോർമുല. ഇപ്പോൾ സപ്പോസ് 35 ഇഞ്ച് ഉള്ള ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് 35 ഡിവൈഡഡ് ബൈ 10 അപ്പോൾ 3.5 ആണ് കിട്ടുന്നത്. അതാണ് ഡാർട്ടിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഇത് മാർക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാൻ മാർക്ക് ചെയ്യണതും കൂടി കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒരു 40 ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് 40 ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 ആണ് കിട്ടുന്നത്. 4 ഇഞ്ചാണ് അതിൻ്റെ വിഡ്ത്ത് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ട് എത്രയാണെങ്കിലും നമുക്കിനി ഡാർട്ട് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. നമുക്ക് വേണ്ട ഫോർമുല എന്ന് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10. നമുക്ക് ആകെ വേണ്ടത് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാത്രം മതി. ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അത് മാത്രം നമുക്ക് മതി. നമുക്ക് ഈ ഡാർട്ടിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് ഡിവൈഡ് ബൈ 10 ഇതാണ് ഡാർട്ടിൻ്റെ അല്ലെങ്കിൽ ടക്സിൻ്റെ ഫോർമുല. നമ്മൾ ബാക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നൊരു 9 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് വെച്ച് മാർക്ക് ചെയ്യുക. 9 ഇഞ്ചസ് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. എല്ലാവർക്കും 9 ഇഞ്ചസ് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടാണ് കേട്ടോ 9 ഇഞ്ചസ് മാർക്ക്, അല്ലെങ്കിൽ 9.5 മാർക്ക് ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് 3.5 ഇപ്പുറം 3.5 അപ്പുറം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് നമുക്ക് ചെസ്റ്റ് റൗണ്ട് ഫോർമുലയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 10 ചെയ്തപ്പോൾ 3.5 അല്ലേ കിട്ടിയത്. ആ 3.5 ആണ് ഞാൻ അപ്പുറം മാർക്ക് ചെയ്തത്. നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ കൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത് ആ ആൻസറാണ് നമ്മൾ ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 9 ഇഞ്ചസും കൂടി താഴത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അപ്പുറം 9 ഇഞ്ചസ് തന്നെ മാർക്ക് ചെയ്യാം. 9 കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. 9 തന്നെ എല്ലായിടത്തും മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങൾ മേളിൽ എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെ താഴത്ത് മാർക്ക് ചെയ്യാനുണ്ട്. ഞാൻ 3.5 താഴത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ലൈൻ വരച്ചില്ലേ, ആ ലൈൻ്റെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചിലപ്പോൾ കയറി ഇറങ്ങി പോകാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ഡബിളായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. നമ്മൾ വരച്ചില്ലേ അതുപോലെ വരച്ച ഇതിനകത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് 4 ഇഞ്ച് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സെൻറ്ററിലെത്തുമ്പോൾ ഒന്ന് ചരിച്ച് വേണം ലോക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ അപ്പുറം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 4 ഇഞ്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നിങ്ങൾ 1/2 ഇഞ്ച് എടുക്കണമെങ്കിൽ 1/2 ഇഞ്ച് തന്നെ 2 സൈഡും 1/2 ഇഞ്ച് തന്നെ കൊടുക്കുക കേട്ടോ. ഞാൻ 4 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് ലോക്ക് ചെയ്തിടുക. ഇതുപോലെ കിട്ടും കേട്ടോ ഡാർട്ട്സ് ബാക്ക് പോർഷൻ. നമുക്കിപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇരിക്കും ഫ്രണ്ട് പോർഷൻ കേട്ടോ. അപ്പോൾ ഡാർട്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.